ഓം ശാന്തി. ഇന്ന് ഈ വീഡിയോ ഞാൻ പറയാൻ നിൽക്കുമ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, ഇന്നത്തെ ദിവസം ഞാൻ കണ്ടതായിരിക്കുന്ന വാർത്താ ചാനലിലെ ഒരു ന്യൂസ് അഥവാ ഒരു ഇവൻ്റ് അതെൻ്റെ ഹൃദയത്തിനെ സ്പർശിച്ചു പോയി. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈശ്വരൻ ചിലപ്പോൾ ഒക്കെ അവതരിക്കുന്നു പറഞ്ഞ പോലെ ചില നല്ല മുഹൂർത്തങ്ങൾ അത് കേൾക്കുമ്പോൾ ആ വാർത്ത ഞാൻ കണ്ടപ്പോൾ എൻ്റെയും കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ ഹൃദയം, എൻ്റെ ഭഗവാനെ നിനക്ക് എത്ര ഞാൻ നന്ദി പറയണം എന്ന് വിചാരിച്ചു പോയി. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾക്കും ഷെയർ ചെയ്യാനും അത്തരം നല്ല കാര്യങ്ങളിൽ നമുക്കുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഒന്നിച്ച് പങ്കുവെക്കാനും വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇതൊരു കഥയല്ല, എടുത്തു പറയുകയാണ്, ഒരു അനുഭവമാണ്. ഒരു കുട്ടീനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കളവ് പിടിക്കുന്ന സമയത്ത് അവൻ സെക്യൂരിറ്റി ആയിട്ടുണ്ടായ മൽപ്പിടുത്തത്തിൽ അവരുടെ അലമാരി തകരുകയും ചെയ്തു. അതുകൊണ്ടാണ് കുട്ടീനെ പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ജഡ്ജ് ചോദിച്ചു, നീ കട്ട് എടുത്തു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയാം, അതെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണ് കട്ടെടുത്തത് ചോദിക്കും. അപ്പോൾ ആ കുട്ടി പറയും, ബ്രെഡും ചീസുമാണ് ഞാൻ കട്ടെടുത്തത്. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നീ അത് കട്ടെടുത്തത്? അപ്പോൾ കുട്ടി പറയുകയാണത് എൻ്റെ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ പറയും, അത്യാവശ്യം നിനക്കത് ഉണ്ടായിരുന്നുവെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് ചോദിച്ചുകൂടായിരുന്നോ വാങ്ങിത്തരാമെന്ന് പറയാം ജഡ്ജ്. അപ്പോൾ കുട്ടി പറയും, എനിക്ക് വീട്ടുകാർ ചോദിക്കാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്കാണെങ്കിൽ രോഗിയായിട്ട് കിടക്കുകയാണ്. അമ്മയുടെ വിശപ്പും എൻ്റെ വിശപ്പും മാറ്റാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ ആ ബ്രെഡും ചീസും കട്ടെടുക്കാനായിട്ട് നിർബന്ധിതനായതെന്ന് പറയും. അപ്പോൾ ഉടനെ ജഡ്ജി ചോദിക്കും, നിനക്കൊരു പണിക്ക് പോയിക്കൂടെ? 15 വയസ്സായില്ലേ? ആ കുട്ടി പറയും, ഞാൻ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. കാർ വാഷ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥലത്ത് സർവീസ് സെൻറ്ററിൽ കാർ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുമായിരുന്നു. അമ്മയ്ക്ക് തീരെ സുഖമില്ലാതായ ഒരു ദിവസം എനിക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ജോലി സ്ഥലത്ത് തന്നെ ഒഴിവാക്കി. ഇപ്പോൾ എവിടെ അന്വേഷിച്ചിട്ട് എനിക്കൊരു പണി തരുന്നില്ല ആരും. അപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മറ്റാരോടെങ്കിലും നിനക്ക് സപ്പോർട്ട് ചോദിച്ചിടായിരുന്നോ? ഉടനെ കുട്ടി പറയും, ഞാൻ മറ്റ് പലരോടും ഞാൻ ചോദിച്ചു. ഇന്നത്തെ ഒരു ദിവസം 50 പേരോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഫലം കാണാതെ വന്നപ്പോൾ, എൻ്റെ വിശപ്പ് താങ്ങാൻ പറ്റാതായപ്പോൾ, രോഗിയായിരിക്കുന്ന അമ്മ കിടക്കുന്ന പട്ടിണിയുടെ ആ ഒരു അവശത എൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഒരു നിവൃത്തിയില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഷോപ്പിൽ കയറിയിട്ട്, ബേക്കറി കയറിയിട്ട് അവിടുന്ന് ബ്രെഡും ചീസും കട്ടെടുത്തതെന്ന് പറയുകയാണ്. ഒരു സെക്കൻഡ് ജഡ്ജ് സൈലൻ്റായി. അത് കഴിഞ്ഞ ശേഷം ജഡ്ജ് വിധി പറഞ്ഞു, തീർച്ചയായിട്ടും ബട്ടറും ബ്രെഡും കട്ടെടുത്തു എന്നത് തെറ്റായ കർമ്മമാണ്, അത് ശിക്ഷിക്കപ്പെടേണ്ട കർമ്മമാണ്. പക്ഷെ ആ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായ, നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടായതിൽ ഞാനടക്കമുള്ള ഈ കോടതിയിൽ വന്ന എല്ലാവരും ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഓരോരുത്തരും 10 പൗണ്ട് വീതം ആ കുട്ടിക്ക് കൊടുത്തേ പറ്റൂ എന്ന് പറയും. തൻ്റെ കീശയിൽ നിന്ന് ആദ്യം 10 പൗണ്ട് എടുത്ത് ജഡ്ജ് മേശപ്പുറത്ത് വയ്ക്കും. ഇന്ന് ആ 10 പൗണ്ട് അടയ്ക്കാതെ ആരും ഈ കോടതി മുറിയിൽ നിന്ന് പുറത്ത് പോകരുത് എന്ന് ആജ്ഞാപിച്ചു. ഈ വിധി കേട്ട് എല്ലാവരും ഞെട്ടി. എല്ലാവരും, ഈ കുട്ടിയാണെങ്കിൽ അത്ഭുതത്തോടു കൂടി ജഡ്ജിനെ നോക്കുകയാണ്. ജഡ്ജ് കൂട്ടിച്ചേർത്തു, ഇത്രയ്ക്കധികം വിശന്ന് വലഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ബ്രെഡും ചീസും കൊടുക്കാനായിട്ട് സമ്മതിക്കാതെ ആ കുട്ടിയെ കുറ്റവാളിയാക്കിക്കൊണ്ട് കോടതി മുറിയിലേക്ക് കൊണ്ടുവന്ന ആ ബേക്കറിക്കാരൻ 1000 പൗണ്ട് ശിക്ഷ അടച്ചേ പറ്റൂ. മാത്രമല്ല, എല്ലാവരും നീ കളക്ട് ചെയ്യുന്ന ഈ പൈസ ഈ കുട്ടിക്ക് വേണ്ടി, ഈ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും കൊടുത്തേ പറ്റൂ എന്ന്. ഈ വിധി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോടതിയിൽ നിൽക്കുന്നുണ്ടായിരുന്ന ഒരുപാട് പേരുടെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞിട്ട് ആ കുട്ടിക്ക് മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണാതായിപ്പോയി. ആ ദൃശ്യങ്ങൾ കാണാതായി പോയ നിമിഷത്തിലും അവൻ കാണുന്നുണ്ടായിരുന്നു, കണ്ണട വെച്ചിട്ടുണ്ടായി ജഡ്ജ്. അതിൻ്റെ ഉള്ളിലൂടെ കണ്ണുനീര് ഒഴുകുമ്പോൾ അതിനെ തടയാൻ പറ്റാതെ ജഡ്ജ് ആ കണ്ണട എടുത്തിട്ട് ആ കണ്ണുനീര് ഒപ്പുന്നത്. ഈ ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഒരു നിമിഷം പെടച്ചുപോയി. ഈശ്വരനോട് പറഞ്ഞു പോയി, ഭഗവാനെ, ഇത് തന്നെയല്ലേ നിൻ്റെ സാന്നിധ്യം? ഇത്രയൊക്കെ അധർമ്മം നിറഞ്ഞ ലോകം എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള സന്മനസ്സുകൾ, ഈ ഭൂമിയിൽ നന്മയ്ക്ക് ഇന്നും ഇടമുണ്ട് എന്ന് പറയാൻ, ഈ ഭൂമിയിൽ നല്ലവർക്ക് ഇന്നും സഹായിക്കാൻ ഭഗവാൻ ഉണ്ട് എന്ന് പറയാൻ, ഇനി ഇതിനേക്കാൾ നല്ലൊരു എക്സാമ്പിൾ എന്താ വേണ്ടേ? എനിക്കിന്ന് അധികം ഒന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത്. അത്തരത്തിൽ കണ്ണു തുറക്കേണ്ട സമയമാണ്. യോഗ്യമെന്ന് മനസ്സിലാക്കിയ, ഞാൻ എന്ന് കരുതി ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ പറയില്ല. പലപ്പോഴും പല മാഫിയകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഭിക്ഷാടനം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ ഒരു സ്വഭാവമാക്കി ജീവിക്കുന്നവർ. അങ്ങനെയല്ല, യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ളൊരു സന്മനസ്സ് നമ്മുടെയും ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ മുന്നോട്ട് വരണം. ഒപ്പം അങ്ങനെയുള്ള പട്ടിണിയും കോലവും ഈ ലോകത്തിന് ഇല്ലാതാക്കാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ
ചെയ്യുകയും വേണം. അങ്ങനെ നിങ്ങൾക്കാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ല ഒരു കാര്യത്തിന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തുടിച്ചുപോയി. ഭഗവാനെ നിനക്ക് നന്ദി. ഇനിയും ഒരുപാട് നല്ല ആത്മാക്കളും സന്മനസ്സുകളും ഈ ലോകത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.